ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും പൂജിട്ടും കൂടെ വളാഞ്ചേരിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. വെയിലാവുന്ന സമയത്താണ് നമ്മൾ ഇറങ്ങുക. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ വീട്ടിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കവറിൽ 1-2 ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ദിവസം 2 വീഡിയോസൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ കയ്യിൽ പിടിക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരെണ്ണം ചെയ്ത് വീട്ടിൽ വന്ന് പോകുന്നത് നഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം വൈകിട്ട് വീഡിയോ എടുക്കലേക്ക് കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വോൾഗയിൽ കയറിയിട്ട് ഭൂരി മസാല കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു ഹോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോടൊക്കെ സംസാരിച്ചിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ പോയത് നമുക്കൊരു കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു സാരിയുടെ. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെഷീനിൽ പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനാണ് എൻ്റെ മിക്കതും അടിക്കുക കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ പുറത്ത് കൊടുക്കുമ്പോൾ ഈ ചേച്ചിയുടെയിലാണ് കൊടുക്കുക. നമ്മുടെ AKG റോഡിൻ്റെ മേലെയാണ് ലക്കി ടൈലേഴ്സ്. നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അമേലിയയിലും കയറിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സും അമേലിയും കണ്ട ഞാൻ നാഗവല്ലിയാവും എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അമേലിയയിൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ കമ്മലിൻ്റെ ഒക്കെ. പിന്നെ ഈ നട്ടപ്പുറ വെയിലത്ത് കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ ജാഥ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തന്നെ നേരെ പോലെ നടക്കാൻ വയ്യ, അത്രയും വെയിലായിരുന്നു. അപ്പോൾ ഇവരിത് എത്ര നേരമായിട്ടാണോ നടക്കണമെന്നൊക്കെ ഞാൻ പൂജിട്ടോട് പറയായിരുന്നു. പിന്നെ ദാഹിച്ചപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങി കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ പരാഗിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടോപ്പ് ഉണ്ട്, അതിനകത്ത് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ കൈ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂണിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന് 2 ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറുകയാണെങ്കിൽ എനിക്കും കൂടെ എടുക്കണേ എന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ തപ്പി പിടിച്ചിട്ട് അവൾക്കും കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ മാർക്കറ്റിൽ പോയി. ഇനിതാ നമുക്ക് നാളേക്കുള്ള മീനും കൂടെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. രാത്രിയിലൊക്കെ റെഡിയാക്കി വെക്കണം, നാളെ ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരമാവും വരാൻ വേണ്ടി. വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരു സമാധാനമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കേരച്ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇവർ ഇങ്ങനെയല്ലേ മീൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ ഇതെടുത്തിട്ടില്ലേ ആകെ കൂടെ അടിപൊളി ആയിട്ടുണ്ടാവും. നമ്മുടെ കത്തിക്ക് ഒന്നാമത് മൂർച്ചയില്ലേ, പിന്നെ ഇവരുടെ കത്തി അടിപൊളിയാണ്. പിന്നെ അതൊരു സ്കില്ലാണല്ലോ ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ പുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുളിയും അടുത്തത് കുറച്ച് പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ നിന്നാണ് നമ്മൾ മിക്കതും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ. നാളികേരം ഉണ്ടായിരുന്നല്ലേ, നാളികേരം വാങ്ങി പച്ചക്കറിയും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റയിൽ കാണുന്ന ഫ്രണ്ട്സ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.